കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ എല്ലാം തന്നെ യു.ഡി.എഫിന് അനുകൂലമായതോടെ കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഒന്നുകൂടെ രൂക്ഷമാകുകയാണ്. വോട്ടെണ്ണൽ വരെ കാത്തു നിൽക്കാൻ ക്ഷമ കാണിക്കാതെ പാർട്ടിയിലെ പ്രമുഖ നേതാക്കൾക്കായി അണികൾ ഇപ്പോൾ തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, എ.ഐ.സി.സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ, മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല എന്നിവരുടെ പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത്. എക്സിറ്റ് പോളുകളിൽ യു.ഡി.എഫ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ പേർ പിന്തുണച്ചത് വി.ഡി. സതീശനെ തന്നെയാണ്. ഇന്ദിരാഭവന് മുന്നിൽ 1-ാം നമ്പർ സർക്കാർ കാർ പാർക്ക് ചെയ്തിരിക്കുന്ന ചിത്രം അടക്കം ലോഡിംഗ് എന്ന ക്യാപ്ഷനോടെ സതീശന്റെ അനുകൂലികൾ വ്യാപകമായി ഇപ്പോൾ ഒരു പോസ്റ്ററും പ്രചരിപ്പിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷം സതീശനെ ലക്ഷ്യം വെച്ചത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അദ്ദേഹത്തിന് ഒരു രക്ഷകൻ ഇമേജ് നേടിക്കൊടുത്തിരുന്നു. എന്നാൽ മന്ത്രിസ്ഥാനം വഹിച്ചുള്ള പരിചയക്കുറവും പാർട്ടിക്കുള്ളിലെ മുതിർന്ന നേതാക്കളുമായുള്ള ബന്ധങ്ങളിലെ വിള്ളലുകളും പറഞ്ഞ കാര്യങ്ങൾ ഉടനെ മാറ്റി പറയുന്നതും അദ്ദേഹത്തിന് വെല്ലുവിളിയായേക്കാം. ഇതിനോടകം തന്നെ സ്ഥിരമായി നുണകൾ പറയുന്ന ഒരു നേതാവ് എന്ന ചീത്തപ്പേരും സതീശന് കിട്ടിയിട്ടുണ്ട്. യു.ഡി.എഫ് 100 സീറ്റുകൾ നേടി വലിയ വിജയത്തിലേക്ക് എത്തിയാൽ മാത്രമേ സതീശന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള യാത്ര സുഗമം ആകൂ എന്നാണ് വിലയിരുത്തൽ. അല്ലാത്തപക്ഷം സ്വന്തം പാർട്ടിയിൽ നിന്നും മുന്നണിയിൽ നിന്നും എതിർപ്പുകൾ ഉയരാനും സാധ്യതയുണ്ട്. ഇത്തവണ സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചാരണത്തിലും കെ.സി. വേണുഗോപാൽ വഹിച്ച പങ്ക് എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ രംഗത്തുള്ളത്. ഭൂരിഭാഗം സ്ഥാനാർത്ഥികളും അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം വന്നവരാണ്. അതുകൊണ്ട് തന്നെ എം.എൽ.എമാരുടെ പിന്തുണ നോക്കുന്ന ഒരു അവസ്ഥ വന്നാൽ കെ.സി. വേണുഗോപാൽ തീർച്ചയായും മുന്നിലെത്തും. എന്നാൽ ഹൈക്കമാൻഡിലെ ഇപ്പോഴുള്ള പ്രധാന പദവി വിട്ട് അദ്ദേഹം കേരളത്തിലേക്ക് വരുമോ എന്നതാണ് പ്രധാന ചോദ്യം. കോൺഗ്രസിന് ഇനി ഇന്ത്യൻ ദേശീയ തലത്തിൽ ഉയരാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഒരാൾ തന്നെയാണ് കെ.സി. വേണുഗോപാലും. കർണാടക, തെലങ്കാന, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ മാത്രമാണ് കോൺഗ്രസ് ഇപ്പോൾ ഭരിക്കുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ ബി.ജെ.പിയുടെ മുന്നിൽ പതറി നിൽക്കുന്ന കോൺഗ്രസിന് കേരളത്തിൽ അധികാരം കിട്ടിയാൽ വേണുഗോപാൽ അതിന്റെ തലപ്പത്ത് ഇരിക്കാനുള്ള സാധ്യത ഏറെയാണ്. ദേശീയ നേതാക്കളും ഹൈക്കമാൻഡും പിന്താങ്ങുന്നത് അദ്ദേഹത്തെ തന്നെ ആയിരിക്കും. അതേസമയം ദീർഘകാലത്തെ ഭരണ പരിചയവും മുന്നണി നേതാക്കളുമായുള്ള അടുത്ത ബന്ധവുമാണ് രമേശ് ചെന്നിത്തലയുടെ കരുത്ത്. അദ്ദേഹത്തിന്റെ ജീവിതം ആസ്പദമാക്കിയുള്ള AI വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെ സജീവമാണ്. സൗമ്യനായ ഒരു നേതാവായ ചെന്നിത്തലയെ ഇടതുപക്ഷം പോലും കാര്യമായി എതിർക്കാറില്ല എന്നതാണ് സത്യം. എന്നാൽ ഈ സൗമ്യഭാവം കാരണം ഭരണം കിട്ടിയാൽ ചെയ്യേണ്ട ചില പ്രതികാര നടപടികൾ അടക്കമുള്ള പല കാര്യങ്ങളിലും അദ്ദേഹം ഉറച്ച തീരുമാനം എടുക്കില്ല എന്നൊരു തോന്നലും കോൺഗ്രസ് അണികൾക്കുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം ഇതിനോടകം തന്നെ തെരുവിലേക്കും പടർന്നിട്ടുണ്ട്. വി.ഡി. സതീശനെതിരെ എറണാകുളം DCC ഓഫീസിന് മുന്നിൽ പോസ്റ്ററുകൾ വന്നിരുന്നു. സതീശൻ PR വർക്ക് അവസാനിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി കസേര സ്വപ്നം കാണേണ്ടതുമാണ് ആ പോസ്റ്ററുകളിൽ പറയുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം യു.ഡി.എഫിന് അനുകൂലമായാൽ കർണാടകയേക്കാൾ സങ്കീർണമായ ഒരു സാഹചര്യമായിരിക്കും കേരളത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് നേരിടേണ്ടി വരിക. പ്രധാന സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിന്റെ നിലപാടും ഈ തീരുമാനത്തിലേറെ നിർണായകമാകും. അതേസമയം എക്സിറ്റ് പോളുകളെല്ലാം തള്ളിക്കളയുന്ന ഇടതുമുന്നണി വോട്ടെണ്ണൽ കഴിയുന്നതോടെ കോൺഗ്രസിന്റെ ഈ ചർച്ചകൾ അപ്രസക്തമാകുമെന്ന വിശ്വാസത്തിലാണ്. പിണറായി സർക്കാർ തന്നെ 3-ാം വട്ടവും ഭരണത്തിലേക്ക് എത്തുമെന്ന ആ പ്രതീക്ഷയിലാണ് അണികളും നേതാക്കളും എല്ലാം.